iQOO Z10R ഏകദേശം ഒരു മാസക്കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ്. ഈ ഫോൺ മാത്രമല്ല, കഴിഞ്ഞ ഒരു 2 മാസക്കാലമായിട്ട് iQOOന്റെ ഫോണുകൾ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. 8GB റാം അതുപോലെ തന്നെ 128GB മെമ്മറിയാണ് ബേസ് മോഡലിൽ വരുന്നത്. ബേസ് മോഡലിൽ നമുക്ക് 20,000 താഴെയാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിന്റെ ടോപ്പ് മോഡലിൽ വരുന്നത് 12GB റാമും അതുപോലെ തന്നെ 256GB മെമ്മറിയാണ് വരുന്നത്. അതിന് 20,000 മേളിൽ പ്രൈസ് വരും. നമ്മൾ നോർമലി യൂസർ റിവ്യൂവിൽ ചെയ്യുന്ന പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. പക്ഷേ ചില ആൾക്കാർ ഈ ഫോൺ കണ്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഈ ഫോൺ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് iQOO Z10R എന്ന് പറയുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ള അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാനാണെന്നുണ്ടല്ലോ 6.77 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഫോണിൻ്റെ ക്യാമറ നോക്കാനാണെന്നുണ്ടല്ലോ 50 MP മെയിൻ ക്യാമറ വരുന്നത്. സെക്കൻഡറി ക്യാമറ നോക്കാനാണെന്നുണ്ടല്ലോ 2 MP ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ 32 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഫോണിൽ 5700 mAh ബാറ്ററി അതുപോലെ തന്നെ 44 W ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. IP69 റേറ്റഡ് ആണ്. അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ സ്ലിം ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാമറയുടെ ലെൻസൊക്കെ പുറത്തോട്ട് ചാടി നിൽക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്മൾ തറയിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലെൻസിന് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലാണ്. നമുക്ക് അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നമുക്ക് നെഗറ്റീവ് പറയുന്ന കൊടുത്ത് പറയാം. ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശം എനിക്ക് ഇഷ്ടപ്പെട്ടത്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇതിൻ്റെ ഒരു ലുക്കാണ്. അതായത് ഈ ക്യാമറയുടെ ലെൻസിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, ഒരു യുണീക്ക് ഡിസൈനാണ്. നമ്മളിപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഫോണാണെന്നുള്ള ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. iQOOന്റെ കുറച്ച് കാലങ്ങളായിട്ട് ഒരു പ്രശ്നമായിരുന്നു, എല്ലാ ഫോണും ഏകദേശം സെയിം ലുക്കിലൊക്കെ വന്നിരുന്നത്. പക്ഷേ ഈ ഫോണിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഒരു തിക്നെസ് ആണ്. വേറെ ഒന്നുമല്ല, 5700 mAh ബാറ്ററി ഫോണിനകത്ത് വരുന്നുണ്ട്. അത്രയും വലിയൊരു ബാറ്ററി വന്നിട്ടും ഈ ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 7.4 mm താഴെയാണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യാത്തൊരു ഫോണാണ്. നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് ഫോൺ യൂസ് ചെയ്യാനും പറ്റും. അത്യാവശ്യം 6.7 ഇഞ്ച് സൈസ് ഫോണിന് വരുന്നുണ്ടെങ്കിലും ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ പിടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഫോൺ പിടിക്കാൻ തന്നെ ഒരു പ്രീമിയം ഫോൺ പിടിക്കുന്ന ഒരു ഫീലാണ്. അത് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് മാത്രമല്ല, നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള പാനലാണ് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6.77 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. AMOLED പാനലാണ്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കിടില ഡിസ്പ്ലേ ആണ്. വെയിലത്തൊന്നും യൂസ് ചെയ്യാൻ യാതൊരു ഇഷ്യൂസും ഇല്ലാത്ത അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസ് ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവ് ആണെന്ന് പറയാം. മീഡിയടെക്കിൻ്റെ Dimensity 7400 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ഏകദേശം 7.5 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയിം കളിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിക്കോട്ടെ, ഇനി മൾട്ടി ടാസ്കിങ് ചെയ്യാനായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഒരു ഇഷ്യൂ ഇല്ലാത്ത നല്ല കിടിലം പ്രോസറാണ് വരുന്നത്. ഞാൻ ഈ പ്രൈസ് കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. 20,000 താഴെ വരുന്ന ഏറ്റവും മികച്ച പ്രോസറുകളൊന്നാണ് ഈ ഫോണിനകത്ത് വരുന്നത്. എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗെയിം കളിച്ചാലും എന്ത് ചെയ്താലും ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഫോണിനകത്ത് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ക്യാമറ ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവ് ആണെന്ന് പറയാം. 50 MP മെയിൻ സെൻസർ വരുന്നത്. സോണിയുടെ IMX882 എന്ന് പറയുന്ന സെൻസറാണ് വരുന്നത്. OISന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് ക്യാമറയുടെ കാര്യത്തിലുള്ളത് ഇതിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ്. 2 MP ഡെപ്ത് സെൻസർ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, എന്തിനു വേണ്ടിയാണ് 2 MP സെൻസർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാത്തത്. ചുമ്മാ ഞങ്ങളുടെ ഫോണിൽ 2 ക്യാമറ ഉണ്ടെന്ന് പറയാമെന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ഫോട്ടോ ആണെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസാണ്. iQOOന്റെ എല്ലാ ഫോണിനകത്തും ഉള്ള പോലെ തന്നെയാണ് നല്ല കിടിലം പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ ഇച്ചിരി മോശമായിട്ട് തോന്നും. പക്ഷേ ഒരു 90% നമുക്ക് നല്ല കിടിലം ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് DSLR-ലൊക്കെ എടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ലുക്കിൽ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം സെൽഫി ക്യാമറയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 32 MP സെൽഫി ക്യാമറ വരുന്നത്. സെൽഫി ക്യാമറ എടുക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇടാൻ പറ്റിയ ഫോട്ടോസ് ഉണ്ടല്ലോ, നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ, എല്ലാം സൂപ്പറാണ്. ഒരു 20,000 താഴെ വരുന്ന ഏറ്റവും മികച്ച ക്യാമറ ഉള്ള ഫോണുകളിൽ ഒരു ഫോണാണെന്നുള്ള കാര്യം കണ്ണും പൂട്ടി പറയാം. ക്യാമറയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, വെട്ടം കുറഞ്ഞ സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ എടുക്കുന്ന ഫോട്ടോസ് അത്ര മികച്ചതാണെന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് മികച്ചതാണെന്ന് പറയാം. പിന്നെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ്, നല്ല കിടിലും ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര വലിയ യൂസർ ആയാലും അല്ലെങ്കിൽ നോർമൽ യൂസർ ആയാലും നമുക്ക് ഈസി ആയിട്ട് ഒരു ദിവസം കിട്ടും. അതുമാത്രമല്ല, iQOOന്റെ ഫോൺസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് ഉണ്ടാകുക എന്ന് പറയുന്നത്. അത് iQOOന്റെ നേരത്തെ ഫോൺ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചാർജറൊക്കെ വലിയ രീതിയിൽ ഹീറ്റ് ആവും. ചാർജർ മാത്രമല്ല, ഫോണും ഹീറ്റ് ആവുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ ഹീറ്റിംഗ് പരിപാടികൾ മാത്രമേ ഉള്ളൂ ചാർജ് ചെയ്യുന്ന സമയത്തും. പിന്നെ എടുത്തു പറയേണ്ട പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന AI ഫീച്ചേഴ്സാണ്. 20,000 പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ നോർമലി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ AI ഫീച്ചേഴ്സിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ Android 15 ഫോൺ വരുന്നത്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. iQOO ആയതുകൊണ്ട് തന്നെ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വഴിക്കാവും എന്നുള്ളവരെ അറിയില്ല. ഞാൻ ഇതിനകത്ത് ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് എന്താവും അറിയില്ല. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം.
അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പിൻ ചെയ്തിട്ട് കമൻറ്റായിട്ട് ഇട്ടേക്കാം. ഇനി ഈ ഫോണിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. വേറെ ഒന്നും ഉള്ളതുകൊണ്ടല്ല, ഇവരിത് പരസ്യം ചെയ്യുന്നത് തന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, IP69 റേറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണ ആൾക്കാർ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും നിലത്ത് വീണാൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അത്യാവശ്യം ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതെങ്ങാനും താഴെ വീണിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പൊട്ടും. ഇതിൻ്റെ സൈഡ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ വീണിട്ടുണ്ടെങ്കിൽ പൊട്ടും. അതുമാത്രമല്ല ഇത് ഭയങ്കര ഗ്ലോസിയാണ്. ബാക്ക് സൈഡ് ഗ്ലോസി ആയത് മാത്രമല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റും ആണ്, അതുപോലെ തന്നെ സ്ക്രാച്ചും ആണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ചില സ്ഥലങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഇവിടെ സ്ക്രാച്ചുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കവർ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കവർ ഇടാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ അഴുക്കാവും, അതുപോലെ തന്നെ സ്ക്രാച്ചും വീഴും. കമ്പനി പറയുന്നത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെയാണ്. നിങ്ങൾക്കറിയാം ഇത് കെർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഇതെങ്ങാനും താഴെ വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങിയ അത്ര തന്നെ പൈസ കൊടുക്കേണ്ടി വരും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവർ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സ്കോട്ട് സെൻസേഷൻ ആൽഫയോ അങ്ങനെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. അത് എത്രമാത്രം മികച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 20,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണിനകത്തും ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇവർ അതിനകത്ത് എന്തിനാണ് ഈ ലുബ്ധ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇവർ ബിൽഡ് ക്വാളിറ്റി ഒരു പരസ്യമായിട്ട് കാണിക്കുമ്പോഴും അത്രയും ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫോണിനകത്ത് ഫീൽ ചെയ്യില്ല. പിന്നെ ഒരു നെഗറ്റീവ് ഉള്ളത് ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടെങ്കിലും സൗണ്ട് അത്ര നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് അല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വലിയ ലൗഡായിട്ടുള്ള സൗണ്ട് ഒന്നുമില്ല. അതൊരു നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ സ്റ്റീരിയോ സ്പീക്കറുള്ള മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞൊരു സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു നെഗറ്റീവ് പറയാനുള്ളത് ഇതിനകത്ത് വരുന്നത് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 20,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണിനകത്തും ഒന്നിലെ 65 വാട്ടിൻ്റെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരെ കിട്ടുന്ന ഫോണുകളുണ്ട്. ആ സമയത്താണ് ഇതിനകത്ത് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നത്. നമുക്ക് 5700 വെച്ചിട്ട് ബാറ്ററി അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജിങ് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഒരു 65 വാട്ടോ അല്ലെങ്കിൽ 80 വാട്ടോ ഒക്കെ തന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ഇനി വേണമെങ്കിൽ NFC ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഇല്ല എന്നുള്ളതും വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. അതായത് കുറച്ച് മെമ്മറി അധികം വേണമെന്നുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ NFC യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നാം. പക്ഷേ ഒരു സന്തോഷമുള്ളത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു iQന്റെ ഫോൺ യൂസ് ചെയ്തിട്ട് അത്രയ്ക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു മാസത്തെ ഉപയോഗത്തിനിടയ്ക്ക് എനിക്കൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് പറയുവാണെങ്കിൽ അങ്ങനെ വലിയ നെഗറ്റീവായിട്ടും തോന്നിയിട്ടില്ല. ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ ഈ ഫോണിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ നെഗറ്റീവിൽ അതൊക്കെ പറഞ്ഞത്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്ഡേഷൻ്റെ കാര്യമാണ്. എനിക്ക് iQന്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഫോണിൽ അപ്ഡേഷൻ കൊടുത്തത്. എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതുവരെ ഒരു ഇഷ്യൂ ഇല്ല. സാധാരണ iQന്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടുന്നതാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ ഇല്ല, ഈ സെക്കൻഡ് വരെ ഇല്ല. ഇനി അങ്ങോട്ട് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, കൂടുതൽ ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേണ്ട വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നല്ല കിടിലൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്, നല്ല കിടിലൻ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കിടിലൻ ക്യാമറയും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും എനിക്ക് പറയാനാണെങ്കിൽ 20,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകളിലൊന്നാണ്. ഈ സെയിം ഫോൺ തന്നെ വിവോയും റിലീസ് ചെയ്തിട്ടുണ്ട്, വിവോ T4R എന്നുള്ള പേരിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോൺ വാങ്ങാം. സെയിം ലുക്കാണ്, എല്ലാം സെയിം ആണ്, ഒരു മാറ്റമില്ല. ഇതിൽ പേര് മാത്രമേ മാറ്റമുള്ളൂ. നിങ്ങൾക്ക് വിവോ ആണ് താല്പര്യമെങ്കിൽ വിവോ വാങ്ങാം, അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങാം. പേടിയുള്ള ആൾക്കാർ അപ്ഡേറ്റ് മാത്രം ഒഴിവാക്കിയാൽ മതി. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.